بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين. നജസ്സിനെ വൃത്തിയാക്കുന്ന രൂപം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നജസ്സുകൾ 3 ഇനമാക്കി. നായ, പന്നി പോലെയുള്ള ഗൗരവമുള്ള നജസ്, ചെറിയ ആൺകുട്ടികളുടെ 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം, അത് എങ്ങനെ വൃത്തിയാക്കണം എന്നും ഞാൻ പറഞ്ഞു. അതിന്റെ തടി അവിടുന്ന് നീക്കിയതിന് ശേഷം, തടി എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ തടി ഉണ്ടെങ്കിൽ മൂത്രം പീഞ്ഞി അത് നീക്കിയതിനു ശേഷം, നിലത്താണെങ്കിൽ അത് തുടച്ചെടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ വെള്ളം പാർന്നാൽ മതി. വസ്ത്രമാണെങ്കിൽ അത് നല്ല പീഞ്ഞ് ആ മൂത്രം ഒഴിവാക്കണം. എന്നിട്ട് വെള്ളം പാരുക. ഒറ്റവട്ടം വെള്ളം പാർന്നാൽ അത് വൃത്തിയായി. പാലല്ലാതെ ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഇനി നമുക്ക് 3-ാമത്തെ ഇനമും മധ്യനിലവാരമുള്ള നജസ്. ലഘുവായതും ഗൗരവമായതും. 3-ാമത്തത് മധ്യനിലവാരമുള്ളതും. മധ്യനിലവാരമുള്ളതിനെ പറ്റി പറയുമ്പോൾ അതിനെ നമുക്ക് ഒരു 2 ഇനമാക്കാം. ഒന്ന്, സാധാരണ മൂത്രം, ഉണങ്ങിയ മൂത്രം പോലെ. ഉണങ്ങിയ മൂത്രം, നിലത്ത് മൂത്രമായി ഉണങ്ങിപ്പോയി, അല്ലെങ്കിൽ വസ്ത്രത്തിൽ മൂത്രമായി ഉണങ്ങിപ്പോയി. അവ തടി അവിടെ കാണുന്നില്ലെങ്കിലും അവിടെ മൂത്രമുണ്ട്. മൂത്രം അവിടെ ഉണ്ടായിരുന്നത് ഉണങ്ങിയതാണ്. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണാനോ ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഉണങ്ങിയ മൂത്രം അവിടെ മണത്തു നോക്കുമ്പോൾ മണമുണ്ടെങ്കിൽ, മണമില്ല, മണമോ രുചിയോ നിറമൊന്നുമില്ലെങ്കിലും വലിയ ആളുടെ മൂത്രമാണ്, അല്ലെങ്കിൽ മറ്റു വല്ല നജസ്, വെള്ളം പോലെയുള്ള നീരായ നജസ്സുകൾ ഉണങ്ങിപ്പോയാൽ, രുചിയോ നിറമോ വാസനയോ അവിടെ ഇല്ല എങ്കിൽ അവിടെ ഒറ്റവട്ടം വെള്ളം ഒഴിച്ചാൽ വൃത്തിയാകുന്നതാണ്. ഇത് മണമില്ലെങ്കിലാ പറയുന്നത് കേട്ടോ. മണത്തപ്പം മണമില്ല, രുചിയില്ല, നിറമില്ല, ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം വെള്ളം ഒഴിച്ചാൽ അത് വൃത്തിയാവും. കുട്ടിയുടെ മൂത്രത്തെ പറ്റിയല്ല, വലിയവരുടെ മൂത്രം തന്നെ പറയുന്നത്. അല്ലെങ്കിൽ നജസായ എന്തെങ്കിലും വസ്തു അവിടെ വീണിട്ട് നനവുള്ള ദ്രാവകമായ വെള്ളം പോലെയുള്ള നജസ് ആയാൽ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരട്ടെ. ഇതിന് ഈ മേൽ പറഞ്ഞതിന് ഹുക്മിയായ നജസ് പറയും. കാണുന്നില്ലല്ല, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മണമോ രുചിയോ നിറമൊന്നുമില്ലാത്ത നജസ്. അവിടെ വെള്ളം ഒഴിച്ചാൽ നജസ് വൃത്തിയാവും. വെള്ളം ഒഴിക്കണം, തുടച്ചാൽ പോരാ. തുണി കൊണ്ട് തുടച്ചെടുത്താൽ പോരാ. നനഞ്ഞ തുണി പീഞ്ഞിട്ട് തുടച്ചെടുത്താൽ പോരാ, അവിടെ വെള്ളം ഒഴിച്ച് കഴുകണം. ഒറ്റവട്ടം ഒഴിച്ചാൽ തന്നെ വൃത്തിയായി. മണമോ രുചിയോ നിറമോ ഇല്ലാത്ത ഉണങ്ങിയ മൂത്രം ഹുക്മിയായ നജസ് എന്നാണ് അതിന് പറയുക. ഇനി അടുത്തത് കിടക്കാം. മൂത്രത്തിന്റെ തടി അവിടെ ഉണ്ടെങ്കിൽ എന്ത് എന്നതാണ് അടുത്തത്. മൂത്രത്തിന്റെ തടി ഉണ്ടെങ്കിൽ, മൂത്രത്തിന്റെ തടിയുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് വെള്ളം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാട്ടം അവിടെ ഉണ്ട് എങ്കിൽ ആ തടി അവിടുന്ന് നീക്കണം. ആ തടി അവിടുന്ന് നീക്കണം. മൂത്രം ആദ്യം ഉണങ്ങിയ ശീല കൊണ്ടോ മറ്റോ തുടച്ചെടുക്കണം. തുണിയിലാണെങ്കിൽ മൂത്രം അവിടെ പീഞ്ഞ് ഒഴിവാക്കണം. മൂത്രം അവിടുന്ന് നീക്കണം. ഇനി മണമോ രുചിയോ നിറമോ അത് പോയാലും ഉണ്ടാവും. നനവുണ്ട്, മൂത്രം എടുത്തോയി, അല്ലെ കാട്ട ഒഴിവാക്കി, ഇനിയും അവിടെ അംശങ്ങള്, മണം, രുചി, നിറമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ രുചിയും മണവും നിറവും അവിടുന്ന് നീക്കുന്ന നിലക്ക് കഴുകണം. 3 വിശേഷണം പോവണം. തടി നീക്കിയതിനു ശേഷം നിറം, രുചി, വാസന, ഇവ 3 വിശേഷണം ആണ്. ഇവ നീക്കുന്ന നിലക്ക് കഴുകണം. നീക്കുമ്പോൾ സാബൂൻ പോലത്തത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതുമാവും.
ഈ രുചിയും നിറവും മണവും പോകുന്ന നിലക്ക്, മണത്താൽ മണമില്ല, രുചിയില്ല, നിറമില്ല, നല്ല കഴുകി ഒരതി വൃത്തിയാക്കാം. എങ്കിൽ മാത്രമേ ആ നിലം ശുദ്ധിയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. പക്ഷെ അവിടെ അതാണ് എന്റെ നിയമം, രുചി, നിറം, വാസന പോകണം. പക്ഷെ അവിടെ ഒരു കാര്യം പറയാം, രക്തം പോലെയുള്ള ചില വസ്തുക്കള് ചില സ്ഥലത്ത് ആയാല് നമ്മൾ നിറമും മണവും രുചിയും പോക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിറം അങ്ങ് പോയി കിട്ടൂല. എത്ര കൈകിട്ടും നിറം പോകുന്നില്ല. അവിടുന്ന് അരിഞ്ഞൊഴിവാക്കേണ്ടി വരും. അങ്ങനെ വളരെ പ്രയാസകരമാണെങ്കിൽ നിറം പോകാൻ, അവിടെ രുചിയും വാസനയും സ്മെല്ലും പോയി കഴിയണം. ആ മറ്റേ രണ്ടും പോകണം. നിറം അവിടെ അങ്ങനെ പ്രയാസകരമായ നിറം പ്രയാസമുള്ളിടത്ത് മാത്രം. നേരത്തെ ഞാൻ മൂന്നും പോക്കണമെന്ന് പ്രയാസമില്ലാത്തടത്താണ് മൂന്നും പോക്കണം. പ്രയാസമാണെങ്കിൽ, നിറം പ്രയാസമാണെങ്കിൽ, വളരെ പ്രയാസമുണ്ട്, അത് ആ സാധനം കേടുവരും, കീറേണ്ടി വരും, വെറുതെ കീറും, എങ്കിൽ നിറം മാത്രം. മറ്റേ രണ്ടും പോവൽ നിർബന്ധമാണ് അവിടെ. രുചിയും നിറയും, രുചിയും മണവും അങ്ങനെയും വൃത്തിയാക്കാം. ചില വസ്തുക്കൾ നിറം പോയി, അതുപോലെ അതിന്റെ നിറക്കെ എടുത്തൊഴിവാക്കി, എല്ലാം പോയി. പക്ഷെ വാസന അവിടെ നിന്ന് പോണില്ല. വാസന, നിറവും രുചിയും പോയിട്ടുണ്ട്, വാസന പോണില്ല. എത്ര കൈകിട്ട് വാസന, വളരെ പ്രയാസമായി വാസന അങ്ങോട്ട് പോയി കിട്ടണില്ല. എന്നാലും നിറയില്ല, രുചിയില്ല. എങ്കിൽ അവിടെ പ്രയാസമാണെങ്കിൽ വാസന മാത്രം നിർത്താം. വാസനയും രുചിയും കൂടി നിർത്താൻ പാടില്ല, വാസനയും മണം കൂടി നിർത്താൻ പാടില്ല, രുചി മാത്രവും നിർത്താൻ പാടില്ല. ഈ രണ്ട് എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ ഉണ്ടായാൽ, ഉദാഹരണത്തിന് നിറം മാത്രം, അപ്പോൾ രുചിയും സ്മെല്ലും പോവണം നിറം മാത്രം നിൽക്കുമ്പോൾ. അല്ലെങ്കിൽ സ്മെല്ല് അവിടെ നിർത്താം, അപ്പോൾ നിറവും രുചിയും പോവണം. രുചി മാത്രം നിർത്തുന്ന പരിപാടില്ല. രുചി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വൃത്തിയാക്കിയിട്ടേ പറ്റൂ. ഏതെങ്കിലും ഒന്ന് നിർത്തിയിട്ട് മറ്റേ രണ്ടെണ്ണം പോക്കാം. ആ നിർത്താൻ പറ്റുന്നത് നിറമാണ് അല്ലെങ്കിൽ വാസനയാണ്. ഇങ്ങനെ പ്രയാസഘട്ടുള്ള ചില വസ്തുക്കളുണ്ടാവും. എത്രയായിട്ട് വാസന പോണില്ല, എന്നാ പിന്നെ മറ്റേ രണ്ടും വെക്കാൻ മതി. എത്രയായിട്ട് നിറം പോണില്ല, മറ്റേ രണ്ടും വെക്കാൻ മതി. മൂന്നും കൂടെ അവിടെ നിർത്താൻ പാടില്ല. രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന രീതി ഒരിക്കലുമില്ല. അതുപോലെ രുചി മാത്രം നിൽക്കുന്ന രീതിയില്ല. ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ശുദ്ധിയായിട്ടില്ല. ഏതായിരിക്കട്ടെ, നിറം, രുചി, വാസന ഈ മൂന്നും നീങ്ങലാണ് നജസ് വൃത്തിയാക്കലിന്റെ മാനദണ്ഡം. നീങ്ങുന്നത് വരെ കഴുകണം. മൂത്രമായാലും കാട്ടമായാലും എന്തായാലും അവിടെ മേൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്ന്, നിറമോ വാസന ഏതെങ്കിലും ഒന്ന്, മറ്റേ രണ്ടും നീങ്ങിയാൽ ഏതെങ്കിലും ഒന്ന് മാത്രം ബാക്കിയാവുന്നതിന് കുഴപ്പമില്ല. ഈ കാര്യം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടുതൽ വിവരണം പിന്നീട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ കഴുകി നല്ല വെള്ളം പാർന്ന് ഈ മൂന്ന് സാധനം, രുചി, നിറം, വാസന നീങ്ങുന്നത് വരെ വൃത്തിയാക്കലാണ്. എത്ര കഴുകൽ കൊണ്ട് വൃത്തിയാകും അത്രയും കഴുകി വൃത്തിയാക്കലാണ് സാധാരണ നജസുകൾ വൃത്തിയാകാനുള്ള മാനദണ്ഡം എന്ന് മനസ്സിലാക്കുക. പ്രയാസമുണ്ടെങ്കിൽ മാത്രം നിറത്തിനും, അതുപോലെ പ്രയാസമുണ്ടെങ്കിൽ നിറത്തിന് മാത്രം, അല്ലെങ്കിൽ വാസനക്ക് മാത്രം ഇളവുണ്ട്, രുചിക്ക് ഒരിക്കലും ഇളവില്ല. രണ്ടും കൂടി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, മൂന്നും കൂടി ഉണ്ടാകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രയാസമാണെങ്കിൽ മാത്രമാണ് ഒന്നിന് മാത്രം ഇളവ്. അത് നിറമാണ്. മറ്റൊന്ന് അതില്ലെങ്കിൽ വാസന മാത്രമാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം നിർത്തി മറ്റേ രണ്ടും ഏതായാലും പോക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അൽഹംദുലില്ലാഹ്.